ഹായ്, അങ്ങനെ ഞങ്ങളുടെ ഗോവൻ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞങ്ങൾ ഊബറായിരുന്നു ബുക്ക് ചെയ്തത്. ഇപ്പം സമയം 12 മണിയായി. അപ്പം നമ്മൾ കാക്കനാടിൽ നിന്ന് എറണാകുളം സൗത്താണ് നമ്മൾ പോകേണ്ടത്. അപ്പം നിയർലി ഒരു 45 മിനിറ്റ്സ് ടു 50 മിനിറ്റ്സ് യാത്രയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ട്രാഫിക് ജാമോ എന്തെങ്കിലും വരുമോ എന്നുള്ള ഇതിൽ നമ്മൾ നേരത്തെ തന്നെ പോയി. ബ്രിബിൻ എവിടെ പോയാലും കുറച്ച് നേരത്തെ പോകണം എന്നുള്ള കൺസെപ്റ്റിലുള്ള ആളാണ്. അതുകൊണ്ട് നമ്മൾ അവിടെ പോയി വെയിറ്റ് ചെയ്തു. ഒരു 25 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതേ ഉള്ളൂ. ഒരു ബേത്തിങ് സ്പേസ് കിട്ടിയപ്പോഴത്തേക്ക് ട്രെയിൻ ഓൺ ടൈം തന്നെ ആയിരുന്നു. നേത്രാവതി എക്സ്പ്രസ് ആയിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. 2 സ്ലീപ്പർ കോച്ചായിരുന്നു. നമ്മൾ ഒക്ടോബർ 27 നമ്മൾ ബുക്ക് ചെയ്ത ടിക്കറ്റ്സ് ആയിരുന്നു. എന്നിട്ടും RAC ആയിരുന്നു ഞങ്ങൾ ടിക്കറ്റ്സ് കൺഫേം ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 2 പേർക്കും 2 കോച്ചായിരുന്നു. അപ്പോൾ എൻ്റെ കോച്ച് എന്ന് പറയുമ്പോൾ ഫുള്ള് മെയിൽസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് പാനിക്കായിരുന്നു ആദ്യം സ്റ്റാർട്ടിങ്ങിൽ. പിന്നെ കുഴപ്പമില്ലായിരുന്നു, എല്ലാവരും വളരെ കംഫർട്ടബിൾ ആയിരുന്നു. 10 hours later. അങ്ങനെ നമ്മൾ സൗത്ത് ഗോവയിൽ വന്നു. മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷന് 5:30 ആയപ്പം എത്തി. ആക്ച്വലി ട്രെയിൻ 1 hour ലേറ്റ് ആയിരുന്നു. ഗോവ ട്രിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ കൂടുതൽ ആൾക്കാരും ബുക്ക് ചെയ്തത് മഡ്ഗോണിൽ തന്നെയാണ്. പക്ഷേ ഒരു പാർട്ടി വൈബ് ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും നോർത്ത് ഗോവയിൽ തന്നെയാണ് നമ്മൾ ഇറങ്ങേണ്ടത്. സൗത്ത് ഗോവ എന്ന് പറയുന്നത് ഒരു നേച്ചർ വൈബ് അല്ലെങ്കിൽ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഒക്കെ ഉള്ളതാണ് നമ്മുടെ സൗത്ത് ഗോവ. പാർട്ടീസും വൈബ് അടിക്കാനാണ് നിങ്ങൾ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ബുക്ക് ചെയ്യേണ്ട സ്റ്റേഷൻ തിബിയമാണ്. സൗത്തിൽ നിന്നും നോർത്തിലോട്ട് പോകാം, പക്ഷേ കുറച്ച് കണക്ടിവിറ്റി ഇഷ്യൂസൊക്കെ ഉണ്ട്. പക്ഷെ നല്ല തണുപ്പ്, നാട്ടിലെ ക്ലൈമറ്റേ അല്ല. ഗോവയിൽ ഇത്രയും തണുപ്പുണ്ടെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നല്ല തണുപ്പ്. അങ്ങനെ ഞങ്ങൾ തിബിയത്തി എത്തി. നോർത്ത് ഗോവയുടെ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.